തലയ്ക്കുമീരെ ശൂന്യാകാശം, താഴെ മരുഭൂമി. തപസ്സു ചെയ്യും വേഴാമ്പൽ ഞാൻ, ദാഹജലം തരുമോ, ദാഹജലം തരുമോ. കൂട്ടിക്കാൻ കൊള്ളാം വെള്ളം, കൂട്ടിക്കാൻ കൊള്ളാം കള്ളിലേലെന്തിനീ, ദാഹജലം തരുമോ, സ്വാമിയേട്ടാ ദാഹജലം ഒരെണ്ണം ഒരെണ്ണം ഇല്ല. അവള് ഒഴിച്ചു കളഞ്ഞെന്ന്. അമ്മേ, ഞാൻ സ്പെഷ്യൽ ക്ലാസ്സിന് പോകുവാണേ. അവള് മൊത്തം ഒഴിച്ചു കളഞ്ഞേ. നിങ്ങളെന്താ തമാശ പറയണോ? ഒഴിച്ചു കളഞ്ഞാ? ഒഴിച്ചു കളഞ്ഞ് രണ്ടും ഒഴിച്ചു കളഞ്ഞാ? രണ്ടും ഒഴിച്ചു കളഞ്ഞു. എന്റെ ദൈവമേ, ഇന്ന് അവധിയായിട്ട് സാധനം ഇവിടുന്ന് കിട്ടും. എനിക്ക് വയ്യ. നല്ലൊരു ഹോളിഡേ ആയിട്ട് ഇങ്ങനെ എന്തോന്ന് എടുത്തു വെച്ച് കയറ്റു. ഒരു വഴിയുണ്ട്, ഒടുക്കത്തെ വഴി. ഇത് പിടി. ഓം കളി. ഓം വഴിയുണ്ട്. യോഗം കാണുന്നുണ്ട്, വെള്ളം കുടിക്കാനുള്ള യോഗം കാണുന്നുണ്ട്. തന്റെ യോഗം എന്നാ ഒരു വഴി. ഐഡിയ ഉണ്ട്. മിലിറ്ററി കിട്ടാൻ വഴിയുണ്ട്. ആണോ? കറവക്കാരൻ കുട്ടാപ്പൂന്റെ മോൻ സുരേഷ് ഇല്ലേ, അവൻ വന്നിട്ടുണ്ട്. അവനെ കൈയോടെ പോയി പിടിച്ച കാര്യം നടക്കില്ല. അത് ഒട്ടും നടക്കില്ല. കറവക്കാരൻ കൂട്ടാ പോവാ. ഞാനവനോട്ട് ഒരിക്കലും ചെയ്യില്ല. നിങ്ങളൊന്ന് കൂടെ വന്നാൽ മതി, ഞാൻ സംസാരിച്ചോളാം. ഇക്കാര്യം നിർബന്ധിക്കണ്ട. ഞാൻ വരികയെന്ന് പറഞ്ഞാൽ വരികയില്ല. അതെന്താ പെട്ടെന്ന് വരില്ല എന്ന് പറഞ്ഞേ? ഇന്നലെ എല്ലാം പ്ലാൻ ചെയ്തതല്ലേ? വരില്ല എന്ന് പറഞ്ഞില്ലല്ലോ. ഇതിനൊരു സമാധാനം ഉണ്ടാക്കിയിട്ട് പോവാന്നാ പറഞ്ഞത്. ഇതിപ്പോ ടിക്കറ്റും ബുക്ക് ചെയ്ത്. ശരിക്കും എന്താ പ്രശ്നം? അപ്പൊ നീ ഞാൻ ഇന്നലെ രാത്രി അയച്ച വോയിസ് മെസ്സേജ് കേട്ടില്ലേ? എടാ, മ്യൂസിക് ഗ്രൂപ്പിലെ ഒരാൾ എന്നോട് അശ്ലീലം പറഞ്ഞ് വോയിസ് മെസ്സേജ് ഇട്ടു. അതാ നിനക്ക് ഞാൻ അയച്ചു തന്നത്. ആ പട്ടാളക്കാരന്റെ കാര്യമാണോ? ഞാൻ മറന്നുപോയി. എന്താ പറഞ്ഞത്? എടാ, ഞാൻ ഇന്നലെ ആ മ്യൂസിക് ഗ്രൂപ്പിലെ ഒരു പാട്ട് പാടി ഇട്ടായിരുന്നു. ആ സുരേഷ് കുമാർ വന്നിട്ട് അയാൾ ആ പാട്ട് പാടിയിട്ട് അതിന്റെ ഒരു കമന്റ് ഇട്ടു. ഇതാണോ പ്രശ്നം? എല്ലാ പാട്ട് ഗ്രൂപ്പിലും ഇങ്ങനെ തന്നെയല്ലേ? ഇതിലെന്താ അശ്ലീലം? എടാ പൊട്ടാ, അതല്ല അശ്ലീലം. അയാള് പെണ്ണുങ്ങൾക്ക് മാത്രം ലൈക്കും കമന്റും കൊടുക്കത്തുള്ളൂ. മാത്രമല്ല ഉടുക്കത്തോലിപ്പേരും. പോരാത്തതിന് അയാള് പാട്ടിന്റെ അവസാനം മീനിക്കുട്ടീന്നും വിളിച്ച് കിസ് അടിച്ചേക്കുന്നടാ. കിസ് അടിച്ചെന്നാ? എന്നിട്ട് ആ വോയിസ് എവിടെ? അതല്ലേടാ ഞാൻ ഇന്നലെ അയച്ചു തന്നത്. എടുത്ത് കേട്ട് നോക്ക്. നോക്കട്ടെ. മീനുക്കുട്ടി അസലായിട്ട് പാടിയിട്ടുണ്ട് കേട്ടാ. ഓടേണ്ട ഓടേണ്ട ഓടിത്തളരേണ്ട, ഓമനപ്പൂമുഖം വാടിടേണ്ട, ഓമനപ്പൂമുഖം വാടാതെ സൂക്ഷിച്ചാൽ ഓമന ചുണ്ടത്തൊരുമ നൽകാം. നിങ്ങളുടെ ഗ്രൂപ്പിൽ ചോദിക്കാനും പറയാനോ ആരും ഇല്ലേ? അതൊക്കെയുണ്ട്. ആദ്യേ എനിക്ക് ആൾക്കാട്ട് രണ്ടെണ്ണം പൊട്ടിക്കണം. പൊട്ടിക്കാനാ? അല്ല, പൊട്ടിക്കാന്നൊക്കെ പറയുമ്പോ ഈ പട്ടാളക്കാരുടെ തോക്കൊക്കെ ഉണ്ടാവുമെന്നാണ് വൈപ്പ്. നിനക്ക് പേടിയാണെങ്കിൽ വരണ്ട. ഞാൻ എന്തായാലും ആൾക്കാട്ട് രണ്ടെണ്ണം പറയാൻ പോവാ. നിനക്ക് കൂടെ ഒന്ന് വരാൻ പറ്റുമോ? രണ്ടെണ്ണം പറയാനാണ്. എനിക്ക് എപ്പോ വന്നെന്ന് ചോദിച്ചാ മതി. നീ ആ സൈക്കിൾ ഇട്, അവന്റെ പാട്ട് ഞാനൊന്ന് കൊളാക്കി കൊടുക്കാം. കൊക്ക എത്ര കൊളം കണ്ടതാ. അല്ലേലും എനിക്ക് പ്രശ്നം വെക്കാൻ കബഡിയുടെ ആവശ്യമൊന്നുമില്ല. ഞാൻ മനസ്സിൽ കണ്ട് പറയും. ഞാൻ പറഞ്ഞില്ലേ ഇത് നമുക്കൊന്ന് വെള്ളം കുടിക്കാനുള്ള യോഗം ഉണ്ടാവും. അത് മിലിറ്ററിയുടെ രൂപത്തിൽ വന്നെന്ന് മാത്രം. അല്ല, ചേച്ചി ഇതെടുത്ത് ഒഴിച്ചു കളയുന്നുള്ളത് ആ പ്രശ്നത്തിൽ കണ്ടില്ലേ? അതിന് അവളുടെ കാര്യം ആർക്കെങ്കിലും പ്രശ്നം വെച്ച് പറയാൻ പറ്റുമോ? അവള് തന്നെ വലിയൊരു പ്രശ്നമാണ്. എനിക്ക് വല്ല ഫ്ലഷ് ടാങ്കിന്റെ അകത്തുകൊണ്ട് വയ്ക്കാൻ പാടില്ലായിരുന്നു. ഫ്ലഷ് ടാങ്ക് അല്ല, സേഫ്റ്റി ടാങ്കിന്റെ അകത്തുകൊണ്ട് വെച്ചാൽ അവളെ വേണ്ടി പിടിക്കും. വല്ലപ്പോഴും ഒരു അവധി ദിവസമാണ് ഈ വെള്ളം അടിക്കണത്. അതിനും സമ്മതിക്കരുന്ന് വെച്ചാൽ. അയ്യോ, ഹെൽമെറ്റ് എടുക്കാൻ മറന്നുപോയില്ല. ഹെൽമെറ്റ് ഇല്ലെങ്കിൽ ഞാൻ വയ്ക്കാൻ. എന്താണ്? എന്റെ മുടി കപ്പൂറായിട്ട് അപ്പുറത്തല്ലേ വീട്? അതല്ല, നമ്മുടെ സൈമണും മീനുമല്ലേ വരുന്നത്? സൈമണും മീനുവാ? ഇതിനൊക്കെ കൊണ്ട് തോറ്റി. ഇതിനൊക്കെ കുത്തരിപ്പണ്ട മൈതാനം വരെ ഓടിച്ചിരിപ്പണ്ടല്ല, പത്തരിക്കുണ്ടം. എന്തുകൊണ്ടെങ്കിലും ആകട്ടെ, നല്ല അടിയുടെ കുറവാണ് രണ്ടിനും. അവരാ സുരേഷിന്റെ വീട്ടിലേക്കാണല്ലോ കയറി പോണത്. വാ, നമുക്ക് നോക്കാം. മിണ്ടാതെ വാ.
ദൈവം ഇനിയൊരു മിലിറ്ററി പഠിക്കാൻ എനിക്ക് കാണാൻ പറ്റുന്നില്ല. ഇത് തന്നെയല്ലേ ഇടോ എനിക്ക് കാണാൻ പറ്റുന്നില്ലെന്ന് നുഴഞ്ഞു കയറി. തുള്ളികൾ മിസ്റ്റർ സുരേഷ് കുമാർ അല്ലേ ഇവിടെ? അവന്റെ ഒരു പാട്ട് പ്രിയയും കാമശിലയോ നീയൊരു എടാ, ഇത് തന്നെയാ. പ്രണയ ഗീതകമോ. അവന്റെ ഒരു പാട്ട്. ഡോ നാട്ടിലെ കാണാൻ കൊള്ളുന്ന കേസിന് ഉമ്മ കൊടുക്കാനല്ലേടാ തന്റെ പരിപാടി. എന്തോന്ന് ഉമ്മ കൊടുത്തന്ന ആർക്ക്? നാണം ഇല്ലടോ എനിക്ക്. ഇവിടെ ചോദിക്കാനും പറയാൻ ആണുങ്ങളില്ലെന്ന് വിചാരിച്ച. എന്തോന്നീ പറയണത്? എടോ ഞാൻ കുങ്കുമ സംഗീതം കാവളം ഗ്രൂപ്പിലെ മീനുവാ. ഇപ്പൊ മനസ്സിലായോടോ തനിക്ക്? അയ്യോടാ മീനുക്കുട്ടിയായിരുന്ന പ്രൊഫൈൽ പിക്ചർ കാണുന്ന പോലെ അല്ലട്ടോ, നല്ല ഗ്ലാമർ ആയിട്ട്. വാ മോളെ അകത്തോട്ട്. ഞങ്ങൾ ഇരിക്കാൻ വന്നല്ല, താങ്കളുടെ ഉമ്മയ്ക്ക് സമാധാനം പറയണോ? അല്ല മോളെ ഏതായി വേട്ടാവളി? എടോ താൻ വേഷം കേട്ട് ഇറക്കരുത്. ഇന്നലെ താൻ എനിക്ക് ഉമ്മ മെസ്സേജ് അയച്ചിട്ടോ പബ്ലിക് ആയിട്ട്. ഉമ്മ മെസ്സേജ് അയച്ചിട്ടുണ്ട്. അയ്യോടാ പാവം. എടീ, ആ ഫോണെടുത്ത് റെക്കോർഡ് റെക്കോർഡിംഗ് കൊണ്ടുവന്നു. മീനുക്കുട്ടി അസലായിട്ട് പാടിയിട്ടുണ്ട് കേട്ടാ. എന്നാ കേക്കടോ. ഓടിത്തളരണ്ട ഓമനപ്പൂമുഖം വാടിടേണ്ട. സ്വാമി ആൻഡപ്പനും അല്ലേ? ഇപ്പൊ കേട്ടാ എന്തോന്ന് ഇതിന് മാത്രം ആലോചിക്കണം? തന്റെ ശബ്ദം അല്ലേ? ഇത് ആലോചിക്കാൻ എനിക്ക് താൻ മേലപ്പാട്ട് കൊച്ചു പെൺപിള്ളേരെ നീ ഇത് എന്റെ മകളെ കണ്ടോളാം. ചുമ്മാതല്ല ആരെയും വീട്ടിൽ പറഞ്ഞു അടിച്ചില്ല. ഒന്ന് ഉറക്കം കൊടുക്കട്ടെ. ഒരു മിനിറ്റ്. എന്ത് തലമുറ അവന്റെ കാട്ടായ കണ്ടില്ലേ? എന്തോന്ന് കാട്ടായി? അവനൊന്നും അറിയത്തില്ല, അവൻ ആള് മാറിപ്പോയതാണ്. അവനെ ആള് മാറിപ്പോയൊന്നുമല്ല. അവൻ മുട്ടാപ്പയുടെ പറഞ്ഞു അടിച്ചടിയിൽ നടപ്പല്ലിളകി ഒരു സംശയം. എന്ത് വിഷയാക്കല്ലേ? അതെന്തെങ്കിലും ആയിക്കോട്ടെ, നിനക്ക് അടിക്കണായെന്ന്. പിന്നെ അടിക്കണ്ടേ? പിന്നെ അടിക്കണമല്ലോ, അടിക്കണ്ടേ? ആ എന്നാ പിന്നെ ഞാൻ പറയണ പോലെ കൊണ്ട് കേൾക്കണം. ആ കാശിക്കെടുത്ത് എന്നാലും ആ ഉമ്മ എന്റെ പോയി. എന്റെ ഷെയർ ഇങ്ങോട്ട് വന്ന് ഷെയർ ഒന്നും നോക്കണ്ട. ഇനി ശാരദക്കങ്ങാനായിട്ട് ഉമ്മ മാറിപ്പോയതായിരിക്കും. ആ പിന്നെയും തല്ലാരങ്ങാനും കിട്ടിയ നിങ്ങൾ ടെൻഷനൊന്നും അടിക്കണ്ട. നിങ്ങൾക്ക് ആള് മാറിപ്പോയതാന്ന് എനിക്ക് മനസ്സിലായി. ഒക്കെ ഞാൻ നോക്കിക്കോളാം, നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. പിന്നെ ബക്കാടി अरे मेरे साथ खेलेगा तो उठा दूंगा मैं, बंद दूंगा मेरे पास. ബന്ധുക്കല്ല പീരങ്കി പിടിച്ചെന്ന് പറഞ്ഞ കാര്യമുണ്ടോ? മീറ്റ് പോസ്റ്റുകളെ കുറിച്ച് കേട്ടിട്ടില്ലേ? തീർന്നില്ലേ കാര്യം? പോയില്ലേ മാനം? പുറത്തിറങ്ങാൻ പറ്റുമോ? വിട്ടുപോലെ. ആ അതെ, ഞാൻ ചോദിച്ച സാധനം കിട്ടട്ടാ. ചേട്ടനില്ലേ ചേട്ടാ? ഞാനൊന്ന് നോക്കട്ടെ. ഓ ശരി ചേട്ടാ. പിന്നെ എന്റെ കയ്യില് പേഴ്സലാട്ടാ, ജിപേ ഉണ്ടാവൂലോ അല്ലേ? ആ ഇത് നമ്മൾ സാധിച്ചിട്ടല്ലേ ചേട്ടൻ. ചേട്ടൻ ഇവിടെ ഇങ്ങനെ എന്നാ ഞാൻ നിന്റെ കുടുംബം താനെന്ന് പോണം. നീ പോടാ. ജിപേ ചെയ്യാറുമ്പോ വേണമെങ്കിൽ ചെയ്യാട്ടാ. കിട്ടിയത് ഒന്ന് മൊത്തം കാര്യങ്ങൾ ഞാൻ ടെൻഷൻ ഒന്നും അടിക്കണം കേട്ടാ. ഓക്കെ ഭയങ്കര എന്നാ കിട്ടിയാ? ആ കിട്ടി. പോക്കെടുക്കാൻ പോയതാ. ഒരു വിധം ഞാൻ പറഞ്ഞ അവനൊന്ന് സെറ്റാക്കി. എവിടെ നോക്കട്ടെ, കാണിച്ചു. സംഭവം തറവാടിയാണല്ലേ? നാണമാകുന്നു മേനിനോവുന്നു എന്റെ കൈകൾ നിന്നെ മൂടുമ്പം ഓലപ്പീലികൾ എടോ താനോട് പാട്ട് പാടണോ? തന്റെ മാന ആ സ്വാമിയും ആൻഡപ്പനും കൂടി ചവിട്ടി കൂടുന്നുണ്ട്. നീയും വേണമെങ്കിൽ വേഗം ചെന്ന് പിടിച്ചു മാറ്റി. അയ്യോ എന്തേലും ആവട്ടെ. എടി പീനെ, ആരാടി കൊച്ചിന്റെ ഈ തോക്കൊക്കെ എടുത്ത് കൊടുത്തിരിക്കണ? ഓ അതിന് നിങ്ങളുടെ തോക്കിൽ ഉണ്ടായിട്ട് വേണ്ടേ പൊട്ടാൻ. ഇങ്ങോട്ട് കൊണ്ടുപോകണം. തോക്ക് കൊണ്ടാണ് അവന്റെ ഒരു കളി. ഞാൻ പോണില്ല. അയ്യോടോ അച്ഛന്റെ പോനല്ലടാ, കരയില്ലടാ മുത്തേ. വാടാ
മറക്കാതെ സൂക്ഷിച്ചാൽ ഓമന ചുണ്ടത്തൊരുമ നൽകാ മുത്തേ കിട്ടി. ആൻ്റപ്പൻ ചേട്ടാ. ആരോ വിളിച്ചോ? ആര് വിളിക്കാൻ? ആൻ്റപ്പൻ ചേട്ടാ, പോകല്ലേ. കാണിക്കല്ലടാ അവൻ തൂക്കുമായിട്ട് പിന്നെ എന്റെ വട്ടി കൊടുക്കും. എടാ സുരേഷ് വെക്കടാ വെടി, ഞാനൊന്ന് കാണണ്ടാ. ചേട്ടാ ചേട്ടാ ഈ സുരേഷിന്റെ വീട് എവിടെയാ? സുരേഷിന്റെ വീട് ഇതാണ്. അവനെ ഒരു ഓട്ടം പോയിരിക്കുക, ഇത് താമസിക്കും വരാൻ. കാണേണ്ട ഒരു അത്യാവശ്യം ഉണ്ടായിരുന്നു. എന്താ കാര്യം? അയ്യോ ചേട്ടാ പറയട്ടെ, ചേട്ടാ അവിടെ നിൽക്ക് പറയട്ടെ. അവിടെ നിൽക്കണോ? ചേട്ടാ ഞാൻ ആ മിനുവിന് അയച്ച ആ മെസ്സേജിന്റെ സത്യാവസ്ഥ പറയാൻ വേണ്ടി വന്നതാണ്. ഞാൻ ആ മെസ്സേജ് സെൻഡ് ആക്കിയപ്പോൾ 1 സെക്കൻഡ് താമസിച്ചു പോയി. അതിന്റെ കൊച്ചിന് കൊടുത്ത ഉമ്മയാണ് ചേട്ടാ. തെറ്റി മീനുവിന് വന്നു പോയതാണ്. അപ്പൊ നീ വെടിവെക്കാൻ വന്നതല്ലേ? അല്ല അല്ല കണ്ട വെറുതെ പോയത് തിരിച്ച് ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ പോട്ടമാന് ആന്റെ ഒപ്പൊരു തെറ്റ് പറ്റിയതാണ്. എടോ സാധനം കയ്യിലുണ്ടോ? പിന്നെ വെള്ളം കുടിക്കാനുള്ള യോഗം ഉണ്ടെന്ന് ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ. ഇതെന്ത് പറ്റാരം സാധനം മുരിങ്ങക്കാപ്പിലാക്കുക. എന്റെ മുരിങ്ങക്ക. അയ്യോ അപ്പൊ സാധനം വെള്ളത്തിൽ പോയി. പോയി മുങ്ങി എടുത്തോണ്ട് പോടോ. ചേട്ടാ ഇങ്ങോട്ട് പോ. ചേട്ടാ വിളിക്കാം. സാധനം വേണമെങ്കിൽ നമുക്ക് ഞാൻ തരാം. ഇല്ലേ നിൽക്കുന്നു. ഇതേ മോളെ ഇല്ലേ, ഇതവനാണ് സുരേഷ് കുമാർ. ഇവിടെയൊന്നും കണ്ടിട്ടില്ലല്ലോ. എന്നെ തള്ളി പറിച്ചടാ. താനാണോ സുരേഷ് കുമാർ? ഇനി കുളിക്കാമെന്നായിരുന്നു തന്നോടാ ചോദിച്ചത്. ഏയ് ഞാനൊന്നും അല്ല. ആരാ? മോളെ ഇവൻ തന്നെ സുരേഷ് കുമാർ. താൻ ഇന്നലെ എന്ത് വൃത്തികേടാണോ എനിക്ക് അയച്ചേ? എന്ത് എന്ത് വൃത്തികേട്? തനിക്ക് ഉപയോഗിക്കണമെങ്കിൽ തന്റെ വീട്ടിൽ പെണ്ണുങ്ങൾ ആരുമില്ലടോ.